DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ് അവതരണം കഴിഞ്ഞതോടെ കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത് ഗഡുവിൻ്റെ വിതരണമാണ് ഫെബ്രുവരിയിൽ അടുത്തതായി നടക്കാൻ പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് PM കിസാൻ ആനുകൂല്യം വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. PM കിസാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള അപ്ഡേഷൻ നടപടികൾ 22ാമത് ഗഡുവിൻ്റെ വിതരണത്തിന് മുന്നോടിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് eKYC ചെയ്യാനുള്ള ഓപ്ഷൻ താൽക്കാലികമായി നീക്കം ചെയ്തിരിക്കുകയാണ്. വെബ്സൈറ്റിലെ സാങ്കേതികമായ മാറ്റങ്ങൾ പൂർത്തിയാകുന്നതോടെ ഈ ഓപ്ഷൻ തിരികെ വരുന്നതാണ്. 22ാം ഗഡു വിതരണം ചെയ്യുന്നതിന് മുന്നോടിയായി സിസ്റ്റം പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായാണിത്. സാധാരണഗതിയിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത്തരം അപ്ഡേഷനുകൾ പൂർത്തിയാകാറുണ്ട്. അതിനാൽ അധികം വൈകാതെ തന്നെ eKYC ഓപ്ഷൻ തിരികെ വരുന്നതാണ്. ഇതുവരെ eKYC നടത്താത്തവരും നേരത്തെ eKYC നടത്തിയവരിൽ ഇപ്പോൾ വീണ്ടും ബയോമെട്രിക് eKYC ചെയ്യണമെന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളവരും വെബ്സൈറ്റിൽ eKYC ഓപ്ഷൻ തിരികെ വന്നോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെയുള്ളവർ മാത്രം eKYC ഓപ്ഷൻ തിരികെ വരുമ്പോൾ ഉടൻ തന്നെ അത് ചെയ്യേണ്ടതാണ്. eKYC പൂർത്തിയാക്കിയവർക്ക് മാത്രമേ PM കിസാൻ സമ്മാൻ നിധി പ്രകാരമുള്ള ആനുകൂല്യം കിട്ടൂ. pmkisan.gov.in എന്ന പോർട്ടൽ സന്ദർശിച്ച് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. വെബ്സൈറ്റിൽ ഫാർമേഴ്സ് കോർണർ എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാറ്റസ് ഓഫ് സെൽഫ് രജിസ്ട്രേഡ് ഫാർമർ CSE ഫാർമർ എന്ന ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പറും ക്യാപ്ച കോഡും നൽകിയാൽ സ്റ്റാറ്റസ് അറിയുവാനും ഇതുവരെ ഈ KYC നടത്താത്തവർക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് PM കിസാൻ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നടപടികൾ പൂർത്തിയാക്കാം. ആപ്പിൽ eKYC സ്റ്റാറ്റസ് നോ എന്നാണെങ്കിൽ eKYCയിൽ ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പർ സമർപ്പിക്കണം. തുടർന്ന് ഫേസ് സ്കാനിങ്ങിനുള്ള അനുമതി നൽകണം. ഫേസ് സ്കാനിംഗ് വിജയകരമായി കഴിഞ്ഞാൽ eKYC പൂർത്തിയാകും. എന്നാൽ ഇതിൻ്റെ സ്റ്റാറ്റസ് 24 മണിക്കൂറിന് ശേഷമേ അറിയാനാകൂ. PM കിസാൻ്റെ 22ാം ഗഡു വിതരണത്തിനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണ്. ഈ മാസം, അതായത് ഫെബ്രുവരി മാസത്തിൽ PM കിസാൻ്റെ 22ാം ഗഡുവായ 2000 രൂപ എത്തുന്നതായിരിക്കും. അതിനു മുൻപായി തന്നെ ഗുണഭോക്താക്കൾ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആണെന്നും സ്റ്റാറ്റസിൽ മറ്റു പ്രശ്നങ്ങളില്ലെന്നും ഉറപ്പുവരുത്തണം. ആധാറുമായി ബന്ധിപ്പിക്കാത്ത അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റുകൾ ക്രെഡിറ്റ് ചെയ്യപ്പെടാത്തതിനാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് DBT എനേബിൾഡ് ആയിരിക്കേണ്ടതാണ്. ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകൾക്ക് പുറമെ ഭൂമിയുടെ ഉടമസ്ഥാവകാശ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതും അത്യാവശ്യമാണ്. റവന്യൂ രേഖകളിലും ഭൂമിയുടെ ഉടമസ്ഥാവകാശ പാസ്ബുക്കിലും രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് PM കിസാൻ പോർട്ടലിൽ നൽകിയിട്ടുള്ള വിശദാംശങ്ങളുമായി കൃത്യമായി പൊരുത്തപ്പെടണം. പൊരുത്തക്കേടുകളുള്ള വിവരങ്ങൾ ഗുണഭോക്തൃ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാൻ ഇടയാക്കുമെന്നതിനാൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ ഉടനടി പരിഹരിക്കുവാൻ ഉദ്യോഗസ്ഥർ കർഷകരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. PM കിസാൻ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ വെബ്സൈറ്റിൽ ഫാർമർ റെക്കോർഡ് നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കുന്നത് വെബ്സൈറ്റിൻ്റെ പ്രശ്നമല്ല, മറിച്ച് നിങ്ങളുടെ ഫാർമർ ID അപ്രൂവൽ ലഭിക്കാത്തത് കൊണ്ടാകാം. നിങ്ങളുടെ അപേക്ഷാ വിവരങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഡാറ്റാബേസിൽ ഇതുവരെ അപ്ഡേറ്റ് ചെയ്യപ്പെടാത്തതുകൊണ്ടും അല്ലെങ്കിൽ നിങ്ങൾ പുതുതായി രജിസ്റ്റർ ചെയ്ത വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അപേക്ഷ സംസ്ഥാന അല്ലെങ്കിൽ ജില്ലാതല കൃഷി ഉദ്യോഗസ്ഥർ പരിശോധിച്ച് അപ്രൂവൽ നൽകാത്തതും ഇതിന് കാരണമാവാം. കൂടാതെ ആധാർ കാർഡിലെ വിവരങ്ങളും അപേക്ഷയിലെ വിവരങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിലോ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ സിസ്റ്റം നിങ്ങളുടെ റെക്കോർഡ് തിരിച്ചറിയാതെ വരാം. ചില സന്ദർഭങ്ങളിൽ രജിസ്ട്രേഷൻ നമ്പർ നൽകുന്നതിൽ വരുന്ന ചെറിയ തെറ്റുകളോ വെബ്സൈറ്റിലെ സാങ്കേതിക തകരാറുകളോ ഇതേ സന്ദേശം വരാൻ കാരണമായേക്കാം. അതിനാൽ സ്റ്റാറ്റസ് ഓഫ് സെൽഫ് രജിസ്ട്രേഡ് ഫാർമർ എന്ന ലിങ്ക് വഴി അപേക്ഷയുടെ നിലവിലെ സ്ഥിതി പരിശോധിക്കുകയും എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ വഴിയോ കൃഷിഭവൻ വഴിയോ അവ തിരുത്തി അപ്രൂവൽ ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്. അപ്രൂവൽ ലഭിച്ച ശേഷം മാത്രം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തുക തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആണെന്നും ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഗുണഭോക്താക്കൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. PM കിസാൻ സമ്മാൻ നിധി ആധാർ അധിഷ്ഠിത വിതരണമായതിനാൽ തന്നെ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തുക. അതിനാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക്ഡ് ആണോ എന്ന് പരിശോധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തുക മുടങ്ങുന്നതായിരിക്കും. ഇതോടൊപ്പം ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ഏത് ബാങ്ക് അക്കൗണ്ടുമായാണ് ആധാർ അവസാനമായി ലിങ്ക് ചെയ്തിട്ടുള്ളത് ആ അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തുക. എന്തായാലും PM കിസാൻ്റെ 22ാം ഗഡു ഈ മാസം എത്തുമെന്ന അറിയിപ്പുകളാണ് എത്തുന്നത്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ 4 മാസങ്ങളിലെ ഗഡുത്തുകയാണ് വരുവാൻ പോകുന്നത്. വിതരണം ചെയ്യുന്ന തീയതി ഉൾപ്പെടെയുള്ള വ്യക്തമായ വിവരങ്ങൾ എത്തുമ്പോൾ തന്നെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.